അപ്പോൾ നമ്മൾ ഏകദേശം മുകളിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. എസ്കലേറ്ററിൽ സിംഗപ്പൂർ ഒരു സംഭവം തന്നെ അല്ലേ. ഇതിൻ്റെ മുകളിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം കൂടി ഒന്നുകൂടി മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ അറിയാമല്ലോ അല്ലേ ഒരു വ്യൂ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ശരിക്കും നമ്മൾ വലിയൊരു ഹൈറ്റുള്ള സ്ഥലത്ത് ഒരു ഷിപ്പിലൊക്കെ നിൽക്കുന്ന അതേ ഫീലിങ്ങിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ സിംഗപ്പൂർ വന്നു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം ഇവിടേക്ക് കണ്ടാൽ ഇവിടുത്തെ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കണ്ടില്ല നിങ്ങൾ ഉള്ളിൽ ഒരു ബോട്ട് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. അത് രസമായിട്ടോ. അതാ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കി. വലിയൊരു മലബാർ ജ്വല്ലറി ഉണ്ട് കേട്ടോ. മലബാറിൻ്റെ വലിയൊരു ജ്വല്ലറി ഇവിടെ ഉണ്ട്. ഹായ്, നമസ്കാരം. എന്തൊക്കെ വിശേഷം? നമ്മളെ സിംഗപ്പൂർ യാത്രേൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ സിംഗപ്പൂരെ പ്രധാനപ്പെട്ട എല്ലാ ബേകളിലൂടെയാണ് നമ്മൾ ഇന്നത്തെ യാത്ര. ഗാർഡൻസ് ബേ സൗത്ത് കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഗാർഡൻസ് ഓഫ് ദ വേൾഡ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ബെസ്റ്റ് ഗാർഡൻ ഓഫ് ദ വേൾഡ്, അതാണ് സംഭവം. അതിൻ്റെ എല്ലാ കാഴ്ചകളും ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞ് നമ്മൾ ആ പ്രധാനപ്പെട്ട ഐക്കണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിംഗപ്പൂർ ഏറ്റവും പ്രധാനപ്പെട്ട എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുള്ള് ഭയങ്കര ജനമുണ്ട്, പല രാജ്യക്കാരുണ്ട്. നമ്മളെ ഏഷ്യക്കാർ മാത്രമൊന്നുമല്ല, പല രാജ്യക്കാർ വന്നിട്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഇതൊരു ഫേമസ് ഐക്കണാണ് സിംഗപ്പൂർ എന്ന് പറയുന്നത് പോലെ. ഇതിൻ്റെ അകത്ത് സ്കൈ വാക്ക് അതൊക്കെ കണ്ടില്ല, നിങ്ങൾക്ക് കാണാനുള്ള സ്ഥലങ്ങൾ, അങ്ങനത്തെ കുറേ സംഗതികളുണ്ട് കേട്ടോ. ഇനി നമ്മൾ മെയിൻ ബേയിലേക്ക് പോവാണ്. ഇനിയാണ് കാണേണ്ട പ്രധാനപ്പെട്ട സ്ഥലം. ഇതാണ് ശരിക്കും നമുക്ക് കാണാനുള്ളത്. അതിൻ്റെ പിക്ചറാട്ടോ നമ്മൾ കണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ ചെടികൾ ഉള്ളത്, ഇതും ചെടികളുള്ളത്, ഒരുപാട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ എടുത്തത് ഒരു ഗാർഡൻ ബൈ ദ ബേ എന്ന് പറഞ്ഞിട്ടുള്ളത് വരെ 3 ഐറ്റംസാണ് ഇത് കാണുന്നത് കേട്ടോ. ഇനി നമ്മൾ മെയിൻ ബേയിലേക്കാണ് അടുത്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം മുകളിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. എസ്കലേറ്ററിൽ ഏകദേശം അതിൻ്റെ നേരെ അടിയിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിലേക്ക് കയറാനുള്ള പരിപാടിയിലാണ്. അതിനുള്ള വഴികളാണ് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉഷാറല്ലേ, നമുക്ക് അതിൻ്റെ മുകളിൽ കയറിയുള്ള ഒരു കാഴ്ച കൂടി കാണാം കേട്ടോ. സിംഗപ്പൂരിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇൻ്റർനാഷണലി വേൾഡിൽ സിംഗപ്പൂർ കാണിക്കുന്ന ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഇത് തന്നെയാണെന്നാണ് ഉള്ളത്. നിങ്ങൾക്കറിയാം നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ കയറാൻ പോകുമ്പോൾ നേരെ അടുത്തിട്ടുള്ളതാട്ടോ. ഫുള്ള് ഗാർഡൻ ഉണ്ട് കേട്ടോ. ഓരോ ഫ്ലോറിലും ഗാർഡൻ ആയിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ നിങ്ങൾ? ശരിക്കും ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ കണ്ടോ, ഇത് ഫുള്ള് ഓരോ പെട്ടിയിലും ഗാർഡനുകളായിട്ടുണ്ട്, ചെടികൾ കണ്ടങ്ങൾ. ശരിക്കും നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ ഇവിടെ എത്തുമ്പോൾ. ഇതിങ്ങനെ ചെരിഞ്ഞിട്ടാട്ടോ വരുന്നത്. നമ്മൾ ദൂരത്ത് നോക്കുമ്പോൾ മനസ്സിലായില്ല, ചെരിഞ്ഞിട്ടുള്ള ആ ടവറാണ് കേട്ടോ. അപ്പോൾ പിന്നെ പേടിക്കാനില്ല, സേഫ്റ്റിയാണ്. സാധനങ്ങൾ കണ്ടില്ല, ഫുള്ള് ഗാർഡൻ, ചെടികളാണ്, അടിപൊളിയാണ് ഫുള്ള്. അപ്പം നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള കാഴ്ച ഉണ്ടെങ്കിൽ അവിടേക്കുള്ള മൊത്തത്തിലുള്ള ഇത്രയും ദൂരം നമ്മൾ നടന്ന ഏരിയൻ്റെ കാഴ്ചകളാട്ടോ. ഇനിയപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ഇനി കാണാൻ പോവാം. അതിൻ്റെ ഇൻസൈഡാട്ടോ, ഇതതിൻ്റെ ഇൻസൈഡാണ്. അടിപൊളി റെസ്റ്റോറൻറ്റുകൾ. എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? ഈ സൈഡ് ഇങ്ങനെയുണ്ട്, ഈ സൈഡ് എന്താന്ന് നോക്കട്ടെ കേട്ടോ. ഈ സൈഡ് വലിയ വലിയ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇങ്ങനത്തെ. എന്തായാലും ഇതാണ് നമ്മളെ ഫസ്റ്റ് കാഴ്ചകൾ കേട്ടോ. നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വന്നപ്പോൾ ഉള്ള ഈ സൈഡിലെ കാഴ്ചകളാട്ടോ. സൈഡിൽ കണ്ടില്ല നിങ്ങൾ, ബിൽഡിങ്ങുകളും കാര്യങ്ങളും, വലിയ പാർക്ക്, എക്സിബിഷൻ സെൻറ്റർ. ഇതിനോട് ചേർന്നിട്ട് സൈഡിലാട്ടോ എക്സിബിഷൻ സെൻറ്ററിൽ. സിംഗപ്പൂർ ഒരു സംഭവം തന്നെ അല്ലേ. ഇതിൻ്റെ മുകളിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം കൂടി ഒന്നുകൂടി മനസ്സിലാവുന്നത്. കണ്ടങ്ങൾ വെറുതല്ല സിംഗപ്പൂർ സംഭവം എന്ന് ആൾക്കാർ പറയുന്നത്. അടുത്ത് നോക്കുമ്പോഴാണ് മാങ്ങൻ്റെ പുളി അറിയുന്നത്. സ്കൈ ലൈൻ, സ്കൈ പാർക്ക് ഒക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ബേ ടവർ, ഇതെല്ലാമാണ് ഇവിടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ടാണ് ഇവിടെ എത്തിയത് കേട്ടോ. മൊത്തം കാണാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇനിയൊരു പ്രധാന ലോകത്തേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. കണ്ണിൻ്റെ കാഴ്ചകൾക്ക് ഭംഗി നൽകുന്ന, കണ്ണ് ചിമ്മാതെ കണ്ടോളിട്ടങ്ങൾ. ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ പോകുന്നത് ദുബായിലെ ബ്രിഡ്ജ് ഖലീഫയിലുള്ള കണ്ടില്ലേ നിങ്ങൾ? അതുപോലെ 1 മിനിറ്റ് കൊണ്ട് 100ഓളം ഫ്ലോറുകൾ കത്തിച്ച് പോകുന്ന ഒരു സ്പീഡ് ലിഫ്റ്റിലാട്ടോ. ഇവിടെ നിന്നും താഴോട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നത് കണ്ടില്ലേ? കടലിൽ ഒരു പൊട്ട് കുത്തിയ പോലെ വളരെ ചെറിയൊരു രാജ്യമാട്ടോ.
ഈ കാഴ്ചകൾ നമ്മൾ കാണുന്ന ഭാഗം മാത്രമാണ് സിംഗപ്പൂർ. നമ്മൾ ഈ തൊട്ടടുത്ത് ചുറ്റുവട്ടത്തുകൾ കാണുന്നില്ല, ഇതിൻ്റെ അടിയിലായിട്ട് ഇത് മാത്രമാണ് സിംഗപ്പൂർ. ബാക്കി അപ്പുറത്തേക്കുള്ള രാജ്യം നമ്മൾ മലേഷ്യയാണ് കേട്ടോ. ഇതിൻ്റെ ബോർഡർ മലേഷ്യയാണ്. ഇപ്പോൾ വലിയൊരു രാജ്യമായ മലേഷ്യൻ്റെ അവിടെ ഒരു പൊട്ട് കുത്തിയമാതിരിയാണ് ശരിക്കും സിംഗപ്പൂർ. ഈ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ മുകളിൽ കയറിയോണ്ടാട്ടോ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും വലിയൊരു രാജ്യമാണ് സിംഗപ്പൂർ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുപോകാം കേട്ടോ. നമ്മൾ കൂടെ ഒരു കാഴ്ച ആയിക്കോട്ടെ. ഇവിടുന്ന് സൂര്യാസ്തമയമൊക്കെ കഴിഞ്ഞു. ആൾക്കാർ ഫുള്ള് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു എന്താ പറയുക, നല്ല, അതായത് നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ അറിയാമല്ലോ അല്ലേ ഒരു വ്യൂ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ശരിക്കും നമ്മൾ വലിയൊരു ഹൈറ്റുള്ള സ്ഥലത്ത് ഒരു ഷിപ്പിലൊക്കെ നിൽക്കുന്ന അതേ ഫീലിങ്ങിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ. കടലിൽ കണ്ടങ്ങൾ അപ്പുറമുള്ളതൊക്കെ കടലാട്ടോ. ഈ ബോട്ടുകൾ കാണുന്നൊക്കെ കടലാണ്. നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫുള്ള് എല്ലാം അടിപൊളിയല്ലേ. കടലിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഷിപ്പ്, ബോട്ട്, ഷിപ്പ് എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. അതാണ് സിംഗപ്പൂർ. ഇതിൻ്റെ അകത്തേത്തെ ഒരു കഫേൻ്റെ ഒരു ഇൻഡോർ കേട്ടോ. കടലങ്ങൾ കഫേ എന്താ സെറ്റിങ്സ് അല്ലേ. ചെറിയ ചെറിയ പലക പീസുകൾ നിരത്തി വെച്ചിട്ട് അല്ലേ. എന്താണ് പേരെന്നെ എന്താണെന്ന് അറിയാം, ബ്ലോസം. ഇതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. സിറ്റിംഗ് ഒക്കെ അങ്ങനെ തന്നെ. ഒരു പ്രത്യേക ഇൻറ്റീരിയർ അടിപൊളിയല്ലേ. നമ്മൾ മാളിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് കേട്ടോ. എന്താ ഡെക്കറേഷൻ അല്ലേ, ലൈറ്റിങ്ങിൻ്റെ, LED ലൈറ്റ്സിൻ്റെ ഭയങ്കര ഡിസൈൻ വർക്ക് കേട്ടോ നടക്കുന്നത്. ഇതിൻ്റെ അതേ ഇതിലാണ് 3D സ്ക്രീൻ അറിയാലോ. അപ്പോൾ നമ്മൾ ചൈനയിലൊക്കെ കാണുന്ന ആ 3D സ്ക്രീൻ ഇവിടെയാണ് ശരിക്കും. ചുറ്റും ഫുഡ് കോർട്ട് ഉണ്ട്. നിങ്ങൾ ഫുള്ള് ജന കേട്ടോ. ഫുഡ് കോർട്ടിൽ നിറച്ചും ജന. ഇതൊരു വലിയ എന്താ പറയുക, വലിയൊരു ഒരു സ്ഥാപനമാണ് അങ്ങനെ പറയാൻ പറ്റും. മാള്, ഹോട്ടല്, പിന്നെ എൻ്റർടൈൻമെൻറ്റ് ഏരിയ, ഇവിടെ കാസിനോ, ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല. അപ്പോൾ ശരിക്കും നമ്മൾ സിംഗപ്പൂർ വന്നു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം ഇവിടേക്ക് കണ്ടാൽ ഇവിടുത്തെ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനി അതെല്ലാം കുറച്ച് സമയം നമ്മളൊക്കെ ഇപ്പോൾ സ്പെൻഡ് ചെയ്ത മാതിരി കുറഞ്ഞ സമയം വന്ന് പോകുമ്പോൾ നമ്മൾ കുറച്ച് അട്രാക്ഷനിൽ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കേണ്ടി വരും. അതാണ് സംഭവിക്കട്ടോ. എന്തായാലും വളരെ ഉഷാറാണ്. ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു 3D ഗെയിമാണ് കേട്ടത്. ഇതിൻ്റെ മുകളിൽ നിന്നാണ് കളിക്കുന്നത്. നേരത്തെ നമ്മളെടുത്ത ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മളെ ഈ മോളിലെ ഈ ടവറിലെ കണ്ടില്ല നിങ്ങൾ, ഉള്ളിൽ ഒരു ബോട്ട് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. ഇതേപോലെ പൂള്, പിന്നെ ഒരു ബോട്ട് സർവീസ്. അപ്പോൾ നമ്മൾ ഫാമിലി ട്രിപ്പ് ഇങ്ങനെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. ബോട്ട് സർവീസ് ഉണ്ടെങ്കിൽ ബോട്ട് പോകുന്നത് ഞാൻ കാണിക്കട്ടോ. അതാ ഇതിനുള്ളിൽ തന്നെ ഒരു ബോട്ട് സർവീസ്, മോളുടെ ഉള്ളിൽ. അടിപൊളിയല്ലേ. അങ്ങനെ നമ്മൾ നടന്ന് മറീന ബേസ് ആൻഡ് കാസിനോയിലെത്തി കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കാസിനോ ആണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ശരിക്കും കാസിനോയിലേക്ക് ഇതാ ആൾക്കാർക്ക് വേണമെങ്കിൽ പോകാം. ഫ്രീ ആണ് കേട്ടോ. കാസിനോ ഫ്രീ ആണ് എൻട്രി. ഇതൊരു ലോകം തന്നെയാണ്, ഒരു സംശയമില്ല. ഇവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഒരുപാട് വെറൈറ്റി സാധനങ്ങളും നമ്മൾ ഉദ്ദേശിക്കാത്ത പല സംഗതികളും ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ആൾക്കാർ വന്നിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമാട്ടോ അത്. അത് രസമായിട്ടോ. അതാ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ഗ്രൂപ്പ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. അടിപൊളിയല്ലേ. ഓരോരോ ഗ്രൂപ്പായിട്ട് അതാ ഡാൻസ്, മ്യൂസിക്. നമ്മളെ ഗ്രൂപ്പ് ഇതങ്ങനെ നടന്നു കളിക്കുന്നത്. നമ്മുടെ ഒരു ഗ്രൂപ്പ്, നമ്മളെ ഗ്രൂപ്പ് ഇതാ വരുന്ന. ഇത് നമ്മളെ ഗ്രൂപ്പ്. വലിയൊരു മലബാർ ജ്വല്ലറി ഉണ്ട് കേട്ടോ. മലബാറിൻ്റെ വലിയൊരു ജ്വല്ലറി ഇവിടെ ഉണ്ട്. പിന്നെ ജോയി ആലുക്കാസ്, അങ്ങനെ എല്ലാ കമ്പനിയും ഉണ്ട്. മലബാറിൻ്റെത് പിന്നെ ഒന്നുകൂടി വലുതും ഒന്നുകൂടി സൗകര്യമായിട്ടാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്ത്യൻ്റെ മാർക്കറ്റുകൾ. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോവുകയാണ്.
ഇത്തരം കാഴ്ചകളൊക്കെയാണ് നമ്മളെ സിംഗപ്പൂർ നമുക്കൊരു 2-3 ദിവസത്തേക്ക് വരികയാണെങ്കിൽ കാണാനുള്ളത്. നമുക്ക് ഒരു ഇന്ത്യക്കാരനായിട്ടോ ഒരു കേരളക്കാരനായിട്ടോ തമിഴനായിട്ടോ എല്ലാം ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണെന്നുള്ളൂ, ചിലവ് ഭയങ്കര കൂടുതലാണ് എല്ലാത്തിനും എന്നല്ലാതെ ബാക്കി ഒരു ബുദ്ധിമുട്ടും നമുക്കിവിടെ ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ 2 ദിവസവും കുറച്ച് മണിക്കൂറും 3 ദിവസത്തെ നമ്മളെ സിംഗപ്പൂർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ചൈനയിലേക്കുള്ള എമിഗ്രേഷനിലാണ് കേട്ടോ. അപ്പം സിംഗപ്പൂർ യാത്രകൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒരുവിധം കാണിക്കാൻ പറ്റുന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ എമിഗ്രേഷനിലേക്ക് നീങ്ങുകയാണ്. അപ്പം അടുത്ത പ്രാവശ്യം നമുക്ക് ഒന്നുകൂടി വിശദമായിട്ട് സിംഗപ്പൂർ എടുക്കാം. ഈ ഫാമിലി യാത്രയിലെ സിംഗപ്പൂർ വിശേഷങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൂടാതെ അടുത്തത് നമ്മൾ പ്രധാനപ്പെട്ട 15-16 ദിവസത്തെ ചൈന യാത്രയിലാട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ബെയ്ജിങ്ങിലാണ്. ഇനി ബെയ്ജിങ് മുതൽ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഹോങ്കോങ്, മക്കാവു അങ്ങനെ വേണ്ട ചൈനയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ ഫാമിലി യാത്ര മലബാർ ടു ചൈന 7 കൺട്രീസ് 30 ദിവസത്തെ യാത്ര നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. കൂടെ ഉണ്ടാവുക. അപ്പം അടുത്ത എപ്പിസോഡ് കാണും വരെ ബായ്.